സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ ഏറ്റവും വലിയ മഹാനായ നേതാവ്, ഞങ്ങളെയൊക്കെ ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ. ഞാനൊക്കെ നിസ്കാരത്തിൽ ചില ഖവാത്തിറൊക്കെ വരുമല്ലോ, പല ചിന്തകൾ. ആ ചിന്തകൾ വരുമ്പോ അപ്പൊ ഓർക്കൽ ശംസുൽ ഉലമയാണ്. ശംസുൽ ഉലമാനെ മനസ്സുകൊണ്ട് ഓർത്താൽ ആ ഖവാത്തിറുകളൊക്കെ അവിടെ ഇല്ലാതെയാകും. നിങ്ങൾ വേണമെങ്കിൽ പരിശോധിച്ച് നോക്കിക്കൊള്ളുക. എല്ലാ ദിവസവും മൂപ്പർക്കൊരു ഫാത്തിഹ ഓതിയിട്ട് നിസ്കരിക്കുന്ന സമയത്ത് പല ചിന്തകൾ ഇബ്ലീസ് കൊണ്ടുവന്നിടുകയാണെങ്കിൽ ആ സമയത്ത് ശംസുൽ ഉലമാനെ ഓർത്തു കഴിഞ്ഞാൽ ആ ഖവാത്തിറൊന്നും ഉണ്ടാവുകയില്ല. ഞാനൊക്കെ അത് അങ്ങനെയാണ് ചെയ്യൽ. ബഹുമാനപ്പെട്ടവരെ ഓർക്കുമ്പോൾ നമുക്ക് ചെറിയ ഒരു മാനസികമായ അനുഭൂതി നിസ്കാരത്തിൽ കിട്ടും. നമസ്കാരം നടക്കുമ്പോ നിങ്ങൾക്ക് മോശമായ ചിന്തയോ തെറ്റായ കാര്യങ്ങളോ ആലോചിക്കുകയാണെങ്കിൽ നിങ്ങൾ ശംസുൽ ഉലമനെ ഓർത്തുകൊണ്ട് നിസ്കരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു പണ്ഡിതൻ ഇ.കെ. സുന്നികളുടെ ഒരു പണ്ഡിതൻ പറയാണെന്ത്, ഞാൻ അങ്ങനെയാണ് കുറെ കാലമായിട്ട് നിസ്കരിക്കുന്നത്. ആര്? അബ്ദുസ്സലാം ദാരിമി നിസ്കരിക്കുന്നത് ശംസുൽ ഉലമ എന്ന് പറയുന്ന ഒരു സൃഷ്ടിയെ ഓർത്തുകൊണ്ടാണ്, ഒരു മുസ്ലിയാരെ ഓർത്തുകൊണ്ടാണ്. അങ്ങനെയാണ് നിങ്ങൾ നമസ്കരിക്കേണ്ടത് എന്ന് ലോകത്തോട് പ്രസംഗിക്കുകയാണ്. അത് കേട്ടിട്ട് എന്തെങ്കിലും തോന്നിയോ ഉസ്താദുമാർ ഇവിടുത്തെ സമൂഹത്തിന്? അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിനെതിരാണ് ആ പരാമർശം. അള്ളാഹുവിന്റെ സ്ഥാനത്ത് ഒരു സൃഷ്ടിയെ പ്രതിഷ്ഠിക്കാനാണ് ആ പറയുന്നത്. അപ്പൊ മൂസാ നബിയെ തൂരിസീന പർവ്വതത്തിൽ വിളിച്ചു വരുത്തി 20-ാം അധ്യായം 12-13 വചനം സൂറത്ത് ത്വാഹ. അതിൽ അല്ലാഹ് പറയുന്നത് എന്താണ്? ഇന്നനി അനല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി വഅഖിമിസ് സ്വലാത ലിദിക്രി. നീ നമസ്കാരം നിലനിർത്തണം. എന്തിന്? എന്റെ ഓർമ്മ നിലനിർത്താൻ വേണ്ടി നീ നമസ്കരിക്കണം. അപ്പൊ ആരെ ഓർക്കേണ്ടത്? അള്ളാനെയാണ് ഓർക്കേണ്ടത്. അവിടെ എന്താ പറയുന്നത്? ശംസുൽ ഉലമയെ ഓർത്തുകൊണ്ട് നിസ്കരിക്കാനാണ്. നോക്കൂ നിങ്ങൾ, ശുദ്ധ കുഫറിലേക്ക്, ശുദ്ധമായ ശിർക്കിലേക്ക്, അള്ളാഹുവിന് സമന്മാരം ഉണ്ടാക്കുന്നതിലേക്ക് ഈ പണ്ഡിതന്മാർ നമ്മളെ ക്ഷണിക്കുകയാണ്. ഇത് കേട്ടിട്ട് അതിനെ ന്യായീകരിക്കുന്ന കുറെ ആളുകൾ, ന്യായീകരണ തൊഴിലാളികൾ. ഞാനൊരു ഗ്രൂപ്പിൽ കയറി ഈ വിഷയം പറഞ്ഞപ്പോ അതിനെ ന്യായീകരിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നത്, നിസ്കാരത്തിൽ നമ്മളൊക്കെ വേറെ ആളുകളെ ഓർക്കാറില്ലേ, അതുകൊണ്ട് നിസ്കാരം ബാത്തിലാവും. അതുപോലെയാണോ? ഒരാൾ നിസ്കരിക്കുമ്പോൾ അയാൾ ഉമ്മാനെ ഓർമ്മ വരിക സ്വാഭാവികമാണ്. പക്ഷെ ഒരാള് ഞാൻ പ്രസംഗിക്കുക, നിങ്ങളെ ഉമ്മാനെ ഓർത്തുകൊണ്ടാ നിസ്കരിക്കേണ്ടത്. അത് രണ്ടും വ്യത്യാസമല്ലേ? ഇല്ല, നിങ്ങൾ തന്നെ പറ. ഒരാള് നിസ്കരിക്കുമ്പോൾ അയാളെ മനസ്സിലേക്ക് മമ്മൂട്ടിനെ മോഹൻലാലിനെ ഓർമ്മ വരിക. അതും ഒരാള് ഒരു ഉസ്താദ് പറയാണെന്ത്, ഒരു ഉസ്താദ് പ്രസംഗിക്കുകയാണ് മോഹൻലാലിനെ ഓർത്തുകൊണ്ട് നിസ്കരിക്കണം. ഇത് രണ്ടും ഒരേപോലെയാ? ആണോ? ഇത് രണ്ടും ഒരേപോലെയാണോ നിങ്ങൾക്ക് തോന്നുന്നത്? എങ്കിൽ എന്തോ മെന്റലി ഡിസോർഡർ ആണ്. അല്ലെ ഇ.കെ. സുന്നികൾക്ക് തോന്നുകയാണെന്ന് ഇത് രണ്ടും ഒരേപോലെയാ? അല്ല, നമ്മൾ പറയുകയാണെന്ന് നിങ്ങൾ അള്ളാനെ ഓർത്ത് നിസ്കരിക്കും. ഖുർആനിലെ 29-ാം അധ്യായം 45-ാമത്തെ വചനത്തിൽ അള്ളാഹ് പറയുന്നത് അറിയോ? ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. എന്നിട്ട് അള്ളാഹ് അവിടെ പറയുന്നത് വലി ദിക്റുല്ലാഹി അക്ബർ. അള്ളാന്റെ സ്മരണ നിങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ്. അപ്പൊ അള്ളാനെ ഓർത്തുകൊണ്ടാണ് നിസ്കരിക്കേണ്ടത് എന്ന് ഖുർആൻ പലയിടങ്ങളിൽ. എന്നിട്ട് അബ്ദുസ്സലാം ദാരിമി എന്ന് പറയുന്ന പുരോഹിതൻ പറയാണ്, ഞാൻ ശംസുൽ ഉലമയെ ഓർത്തുകൊണ്ടാണ് നിസ്കരിക്കല്. നിങ്ങളും വളരെ മോശമായ ചിന്ത മനസ്സിൽ വരുമ്പോ മനസ്സിൽ നിങ്ങൾ ശംസുൽ ഉലമയെ പ്രതിഷ്ഠിക്കുക. ഇതിനെ സംബന്ധിച്ച് അള്ളാഹ് പറഞ്ഞത് ശിർക്കാണ്. ഖുർആനിലെ 2-ാം അധ്യായം സൂറത്ത് ബഖറയിലെ 165-ാമത്തെ വചനത്തിൽ അള്ളാനെ സ്നേഹിക്കുന്ന പോലെ അള്ളാഹുവിന്റെ സ്ഥാനം ഒരു പടപ്പിനൊരാൾ നൽകിയാൽ അത് ശിർക്കാണ്. ഒരു ഖുർആനിക വചനം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. ഞാൻ ഒന്നുപോലും എന്റെ വകയായിട്ടല്ല പറയുന്നത്. ഖുർആനിലെ 2-ാം അധ്യായം 165-ാമത്തെ വചനം, വമിനന്നാസി മയ്യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദൻ യുഹിബ്ബുഹും കഹുബ്ബില്ലാഹ്. മനുഷ്യർക്കിടയിൽ ചില ആളുകളുണ്ട്, അള്ളാഹുവിന് പുറമെ അവന് സമന്മാരം ഉണ്ടാക്കുന്ന ചില ആളുകൾ. അവർ അള്ളാഹിനെ സ്നേഹിക്കുന്ന പോലെ അവരെ സ്നേഹിക്കും. അള്ളാഹുവിനെയാണ് നമസ്കാരത്തിലൂടെ ഓർക്കേണ്ടത് എന്നും അവനെ ഓർക്കാനാണ് നമസ്കരിക്കുന്നതെന്നും പറയാം. അതേ സ്ഥാനത്ത് ശംസുൽ ഉലമയെ കൊണ്ട് പ്രതിഷ്ഠിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. ഈ ആളുകൾ, ഈ പണ്ഡിതന്മാരും അത് കേട്ടിട്ട് നമസ്കാരത്തിൽ ശംസുൽ ഉലമയെ മനസ്സ് കൊണ്ടുവരുന്നവരും, എന്നിട്ട് അതിലെനിക്ക് ഗുണം കിട്ടി എന്നും കൂടെ ആ പ്രസംഗത്തിൽ അങ്ങ് പറഞ്ഞു കളയുക. എന്നിട്ട് ജനങ്ങളോട് ആവശ്യപ്പെടുക, നിങ്ങൾ മുന്നിലിരിക്കുന്ന ആളുകളോട് പറയാ, നിങ്ങൾ നിസ്കാരത്തിൽ മോശമായ ചിന്ത വരുമ്പോ അള്ളാനെ ഓർക്കാനല്ല. അല്ലെ, ആലോചിച്ചു നോക്കണം നിങ്ങൾ. ഈ കഴിഞ്ഞ കാലത്ത് ജീവിച്ച് മരിച്ച ഒരു പടപ്പിനെ ഓർക്കാനാണ് പറയുന്നത്. എത്ര ഭീകരമാണ്, നിങ്ങൾ ആലോചിച്ചു നോക്കുക. എത്ര ഭീകരമാണ്. ഇങ്ങനെ ഒരു പ്രസംഗമുണ്ടോ ഇസ്ലാമില്? ഇങ്ങനെ ഒരു നിസ്കാരമുണ്ടോ ഇസ്ലാമിൽ? വ്യക്തിയെ ഓർത്തുകൊണ്ട്, പടപ്പുകൾ ഓർത്തുകൊണ്ട്
ഒരു പഠിപ്പിന്റെ മനസ്സിൽ ഓർമ്മ വരിക സ്വാഭാവികമാണ്, നമുക്ക് ഓർമ്മ വന്നേക്കാം. പക്ഷേ നമ്മൾ ഇന്നത് ഓർത്തുകൊണ്ടാണ് നമസ്കരിക്കേണ്ടത് എന്ന് അള്ളാന്റെ സ്ഥാനത്ത് ഒരു ഇൻസിനെ പ്രതിഷ്ഠിച്ചു കൊടുക്കുക, ഒരു മുസ്ലിയാരെ പ്രതിഷ്ഠിക്കുക, ആ മുസ്ലിയാരെ ഓർത്തുകൊണ്ട് നിസ്കരിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്ക്. കൈകെട്ടിയിട്ട് സൂറത്ത് ഫാത്തിഹയിൽ ഉടനീളം നമ്മൾ എന്താ പറയുന്നത്? പരമകാരുണികനും കരുണാവാരിധിയുമായ അല്ലാഹു, സർവസ്തുതിയും സർവലോക പരിപാലകനായ റബ്ബിനാണ്. അവൻ മാലിക് യൗമിദ്ദീനാണ്, പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനാണ്. അതുകൊണ്ട് നാഥാ, ഞങ്ങൾ നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഞങ്ങൾ നേരായ പാതയിൽ നയിക്കണമേ. നീ അനുഗ്രഹം ചൊരിഞ്ഞ അമ്പിയാക്കളുടെ പാതയിൽ, ശുഹദാക്കളുടെ പാതയിൽ, രക്തസാക്ഷികളുടെ പാതയിൽ, സിദ്ദീഖുകളുടെ, സ്വാലിഹീങ്ങളുടെ പാതയിൽ നീ ഞങ്ങളെ ചേർക്കണേ. നിനക്ക് കോപമുണ്ടായവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ചേർക്കരുതേ. വഴിപിയച്ചവരുടെ പാതയിൽ നീ ഞങ്ങളെ ചേർക്കരുതേ. അതിൽ മുഴുവനും അള്ളാനോടാണ് നമ്മൾ പറയുന്നത്, അള്ളാനെയാണ് നമ്മൾ ഓർക്കുന്നത്. ആ സ്ഥാനത്ത് സംശുലമയെ ഓർക്കാൻ ഇവിടെ ഒരാൾ എതിർക്കുന്നില്ല. നിങ്ങൾ ആലോചിച്ചോ, ആ കൂട്ടത്തിൽ ഒരാൾ ഉസ്താദെ എന്തൊക്കെ തന്നെയാണെങ്കിലും സെൽഫികൾ പറയുന്നതിൽ കാര്യമുണ്ട്, നിങ്ങൾ ഈ പറയുന്നത് ശരിയല്ല, നിസ്കാരത്തിൽ അള്ളാനെയാണ് ഓർക്കേണ്ടത് എന്ന് പറയേണ്ടതിന് പകരം സുബ്ഹാനല്ലാഹ് എന്തൊക്കെയാണ് പറയുന്നത്? നിങ്ങൾ ആലോചിച്ചു, എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? എന്തുകൊണ്ട് സംഭവിക്കുന്നു ചോദിച്ചാൽ പ്രമാണമില്ല. എന്തുകൊണ്ടാണ് ഇതൊന്നും ഇവര് പറയുന്നത്? എന്തുകൊണ്ടാണ്? പ്രമാണത്തെ അവലംബിക്കുന്നേയില്ല, പഠിക്കുന്നേയില്ല, ഖുർആൻ ഒരു ആവർത്തി വായിക്കുന്നേയില്ല. ഞാൻ പറയുന്നത് സാധാരണ APK സുന്നികളല്ല, കാന്തപുരം ഖുർആൻ വായിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞ നിങ്ങൾ വിശ്വസിക്കൂ? കാന്തപുരം ഉസ്താദ് ഖുർആൻ പഠിക്കുന്നില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഖുർആൻ പഠിക്കുന്നേയില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്തുകൊണ്ട്? അത് വായിക്കുന്ന ഒരു ചെറിയ കുട്ടി പോലും ആ ഖുർആന്റെ കണ്ടന്റ് ഉൾക്കൊള്ളാതെ പോവില്ല. നേരെ മറിച്ച് ഇവരത് ഉൾക്കൊള്ളുന്നില്ല, ഖുർആനെതിരെ പറയുന്നുള്ളൂ. ഖുർആൻ പഠിച്ചിരുന്നെങ്കിൽ അത് ഉണ്ടാവുമായിരുന്നില്ല.